നീട്ടിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. മിക്കവാറും ആശുപത്രി പോയിട്ട് വരും. എനിക്ക് നീറിട്ട് എന്റെ തലവ് പൊട്ടുന്ന വേദനയായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നവാസ് മന്നാനി പനവൂർ. ഇതെന്റെ മകൾ ഫാത്തിമയാണ്. ഞാൻ മദ്രസയിൽ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഈ മകളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ ഈ പ്രിയപ്പെട്ട മകൾക്ക് ക്യാൻസർ ബാധിച്ചിട്ട് പ്രിയപ്പെട്ട മകൾക്ക് മജ്ജ മാറ്റിവെക്കുന്ന ആ സ്റ്റേജ് കഴിഞ്ഞ് ഒരുപക്ഷെ നാം കേട്ടിട്ടില്ലാത്ത ഒരു നൂതന സംവിധാനത്തിലൂടെ ഈ പ്രിയപ്പെട്ട മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ലക്ഷങ്ങൾ വേണ്ടി വരുന്നുണ്ട്. കാർട്ടിസെൽ തെറാപ്പി എന്ന് പറയുന്ന നാം കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ സംവിധാനത്തിലൂടെ ഈ മകളുടെ രോഗം ഭേദമാക്കുന്നതിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും സാമ്പത്തികമായി സഹായിക്കണം. ഈ മകളെ ചിരിച്ചും കളിച്ചും പഠിക്കാൻ ആ പ്രിയപ്പെട്ട മകളെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് വളരെ വിനയാന്വിത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. സഹിക്കാൻ കഴിയാത്ത കഠിനമായ വേദനയാണ് പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന 22 വയസ്സുള്ള ഈ ഒരു പൊന്നുമോള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ അതിന്റെ വേദന പോലും സഹിക്കാൻ കഴിയാതെ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ട് ആ വേദനയിൽ തന്റെ തല ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് അത് സഹിക്കാൻ കഴിയാതെ ഉമ്മാനോട് കരഞ്ഞുകൊണ്ട് എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു പൊന്നുമോള് അവളുടെ ജീവൻ രക്ഷിക്കാനാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. PGക്ക് പഠിക്കുന്ന ഈ ഒരു കുഞ്ഞ് പഠിക്കുന്ന സമയത്താണ് ഈ ക്യാൻസർ രോഗം വന്നത്. ഈ രോഗത്തിന്റെ അവസാനത്തെ സ്റ്റേജില് ഈ ആശുപത്രിയില് ഞങ്ങളിവിടെ എറണാകുളത്തുള്ള ലിസി ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർമാർ അവസാനമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സ കാർട്ടിസെൽ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സയാണ്. അത് ചെയ്താൽ മാത്രമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. 40 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി കണ്ടെത്തേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഈ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പൊന്നുമോൾക്ക് അവളുടെ പഠിത്തം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട്, നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മുടെ മക്കളെ പോലെ, നമ്മുടെ പെങ്ങളെ പോലെ, നമ്മുടെ സഹോദരിയെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഈ കുഞ്ഞിനെ സഹായിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനാണ്. എൻ്റെ പേര് നസീം. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഫാത്തിമ